നമസ്കാരം. ലോകത്തെ പല കമ്പനികളെയും എന്തിന് ട്വിറ്റർ ഉടമ ഇലോൺ മസ്കിനെ വരെ വെള്ളം കുടിപ്പിച്ച ആളാണ് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന കമ്പനിയുടെ ഉടമയായ നെയ്റ്റ് ആൻഡേഴ്സൺ. പക്ഷെ പുള്ളിയുടെ ഈ വിളച്ചിലൊന്നും സെബിയുടെ മേധാവിയായ മാധവി പുരി ബുച്ചിന്റെ അടുത്ത് നടക്കില്ല. ഗത്യന്തരമില്ലാതെ മുട്ടുമടക്കേണ്ടി വന്നു നെയ്റ്റ് ആൻഡേഴ്സന്. പത്തിമടക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ഹിൻഡൻബർഗ് റിസർച്ച് എന്ന കമ്പനി തന്നെ പൂട്ടിക്കെട്ടി ഒളിവിൽ പോകാനുള്ള ശ്രമമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കമ്പനികൾക്കെതിരെ ഫോറൻസിക് ധനകാര്യ റിപ്പോർട്ടുകൾ നൽകി ഹീറോ ആയ ആൻഡേഴ്സൺ പല കമ്പനികളെയും വട്ടം ചുറ്റിച്ചും തകർത്തും കുറെ ലാഭം കൊയ്തു. പക്ഷേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നത് പഴയ ചൊല്ലാണ്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി വരുന്നു എന്നത് മാത്രമല്ല, മാധവി പുരി ബുച്ച് ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ നൽകിയ 46 പേജുകളുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നിസ്സാരമായ ഒരു കാര്യമല്ല. അതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഭയം തന്നെയാണ് ആൻഡേഴ്സിനെ കണ്ടം വഴി ഓടിക്കുന്നത്. അദാനിക്കെതിരെ ഹിൻഡൻബർഗ് നടത്തിയ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെയും ഇവിടുത്തെ ജോർജ് സോറോസ് പണം നൽകുന്ന NGOകളുടെയും ശല്യം സഹിക്കവയ്യാതെ സുപ്രീം കോടതി ഉത്തരവിട്ടതനുസരിച്ച് സെബി അധ്യക്ഷ മാധവി പുരി ബുച്ച് അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തിയത്. ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച 32,000 വാക്കുകൾ അടങ്ങിയ റിപ്പോർട്ടിൽ അദാനിക്കെതിരെ ഉയർത്തിയ 88 ചോദ്യങ്ങളിൽ 99% കഴമ്പില്ല എന്നാണ് മാധവി പുരി ബുച്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ കാരണങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാധവി പുരി ബുച്ച് ഹിൻഡൻബർഗിന് അതിശക്തമായ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. മാധവി പുരി ബുച്ചിന്റെ ഈ റിപ്പോർട്ടിനെ 100% അംഗീകരിക്കുകയായിരുന്നു അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ DY ചന്ദ്രചൂഡ്. മാധവി പുരി ബുച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനിക്കെതിരെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് അന്ന് ചന്ദ്രചൂഡ് വിധിച്ചത്. അത്രയ്ക്ക് പഴുതില്ലാത്ത റിപ്പോർട്ടായിരുന്നു അവര് സമർപ്പിച്ചത്. എന്തായാലും ധനകാര്യ മേഖലയിലും ഓഹരി വിപണിയിലും ആഴത്തിൽ അറിവുള്ളതിനാലാണ് ഇത്രയും ശക്തമായ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ മാധവിക്ക് സാധിച്ചത്. ഇതോടെയാണ് മാധവി പുരി ബുച്ചിനെ നിശബ്ദയാക്കാൻ വേണ്ടി ഹിൻഡൻബർഗ് രണ്ടാമത് ഒരു റിപ്പോർട്ട് കൂടി പ്രസിദ്ധീകരിച്ചത്. മാധവി പുരി ബുച്ചിനെയും ഭർത്താവ് ധവാൽ ബുച്ചിനെയും അദാനിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. മാധവി പുരി ബുച്ച് തനിക്കുള്ള വരുമാനങ്ങളിൽ പലതും സെബി പദവിയിൽ ഇരിക്കുമ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും അതുവഴി സെബി അധ്യക്ഷ എന്ന പദവിക്ക് നിരക്കാതെ പ്രവർത്തിച്ചുവെന്നുമാണ് ഹിൻഡൻബർഗ് ആരോപിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾ ഏശിയില്ല. ഇതോടെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ പല വിധത്തിലുള്ള ആരോപണങ്ങളുമായി മാധവി പുരി ബുച്ചിനെ വേട്ടയാടുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. പദവിന് വിപരീതമായി മാധവി പുരി ബുച്ച് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെബിയിലെ ചില ജീവനക്കാരും സമരത്തിന് ഇറങ്ങുകയും ചെയ്തു. ജീവിതത്തിൽ സമരം ചെയ്യാത്ത നല്ല ശമ്പളമുള്ള സെബി ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് ആണ് എന്നും ചില റിപ്പോർട്ടുകൾ പറഞ്ഞു വന്നിരുന്നു. അതായത് ഹിൻഡൻബർഗിനെതിരെ അയച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ നിന്നും മാധവി പുരി ബുച്ചിനെ പിന്തിരിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ. ഹിൻഡൻബർഗ് കുടുങ്ങിയാൽ അദാനിയുടെ ഓഹരികൾ ഷോർട്ട് സെല്ലിംഗ് നടത്തി പണമുണ്ടാക്കിയ ചില കോൺഗ്രസുകാരും കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ചില ബിസിനസ്സുകാരും പെട്ടേക്കുമെന്നും ചില ആരോപണങ്ങൾ ആയിട്ട് ഉയർന്നു വന്നിരുന്നു. ഇതിനും ഒരു പ്രതിവിധി എന്ന നിലയിലാണ് മാധവി പുരി ബുച്ചിന്റെ വായ അടപ്പിക്കാൻ കോൺഗ്രസ് അവർക്കെതിരെ ചെളിവാരി എറിയാൻ ശ്രമിച്ചത്. എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തെയും ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിനെയും വെല്ലുവിളിച്ച് മാധവി പുരി ബുച്ച് പറഞ്ഞത് എന്താണ് എന്ന് അറിയാമോ? പട്ടാളക്കാരുടെ കുടുംബത്തിൽ നിന്നും വന്ന താൻ കുലുങ്ങില്ല എന്നാണ്. ചില്ലറക്കാരിയൊന്നുമല്ല ഈ മാധവി പുരി ബുച്ച്. എന്തായാലും ഹിൻഡൻബർഗിന് മാധവി പുരി ബുച്ചിന്റെ മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാതെ വന്നിരിക്കുകയാണ്.